മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് തുറന്നടച്ച് സഹനിർമ്മാതാവ് സിറാജ് വലിയതറ. നടൻ സൗബിൻ ഷാഹിർ തന്നോട് ചെയ്തത് വൻ ചതി. മുടക്കുമുതലിന് പുറമെ 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് സൗബിൻ പണം വാങ്ങിയതെന്നും സിറാജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിൽ സൗബിൻ ഷാഹിറിനെ പോലെ സുപ്രധാനമായ പങ്കുവഹിച്ച ആളാണ് സഹനിർമ്മാതാവായ സിറാജ് വലിയതറ. എന്നാൽ ചിത്രം സാമ്പത്തിക വിജയമായിട്ടും സിറാജിനുണ്ടായത് വലിയ നഷ്ടമാണ്. മുടക്കുമുതലിലെ ഒരു ഭാഗം ഇപ്പോഴും കിട്ടാനുണ്ട്. നിലവിൽ മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് നടൻ സൗബിൻ ഷാഹിറിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി പരാതിക്കാരനും ചിത്രത്തിന്റെ സഹനിർമ്മാതാവുമായ സിറാജ് വലിയതറ രംഗത്തെത്തിയത്. സൗബിൻ മുൻകൂർ തയ്യാറാക്കിയ പദ്ധതിയോടെ തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് സിറാജ് വലിയതറ ആരോപിച്ചു. 40% ലാഭം വാഗ്ദാനം ചെയ്താണ് 7 കോടി രൂപ സൗബിൻ വാങ്ങിയത്. എന്നാൽ ലാഭവിഹിതം തന്നില്ല എന്ന് മാത്രമല്ല, മുടക്കുമുതലിൽ 50 ലക്ഷം രൂപ ഇപ്പോഴും ലഭിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ ചതി തന്നെ ചെയ്തത്. അവരൊരു രൂപ പോലും മുടക്കിയിട്ടില്ല. അവരെൻ്റെ പൈസയും ഫിനാൻസ് കൊടുത്തിട്ടാണ് ഒരു സിനിമ ചെയ്തേക്കുന്നത്. അവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും പോലും ആ സിനിമയ്ക്ക് അവർ ഇതുവരെയായിട്ടും മുടക്കിയിട്ടില്ല. അവർ എൻ്റെ മുടക്ക് പൈസ പോലും ഇനി 50 ലക്ഷം എനിക്ക് തരാനുണ്ട്. അവർ ഒരു രൂപ പോലും എനിക്ക് ഇതുവരെയായിട്ടും ലാഭത്തിൻ്റെ ഒരു രൂപ പോലും എനിക്ക് ഇപ്പോഴും തന്നിട്ടില്ല. താൻ നൽകിയ പണം ഉപയോഗിച്ചാണ് സൗബിൻ സിനിമ നിർമ്മിച്ചത്. സൗബിന്റെ 1 രൂപ പോലും നിർമ്മാണത്തിനായി ചിലവഴിച്ചിട്ടില്ല. സൗബിനെതിരെ പരമാവധി തെളിവുകൾ പോലീസിന് കൈമാറിയതായും സിറാജ് വലിയതറ വ്യക്തമാക്കി. 100% ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ എൻ്റെ പൈസ വാങ്ങിച്ചതും. കോടതി ഇടപെട്ടാണ് എനിക്ക് മുടക്കുമുതൽ തന്നത്. അതിൽ 50 ലക്ഷം രൂപ ഇനിയും എനിക്ക് ലഭിക്കാനുണ്ട്. സിറാജ് വലിയതറയുടെ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നത്. എന്നാൽ മരട് പോലീസിന്റെ അന്വേഷണത്തിൽ പാളിച്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിറാജ് വലിയതറ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായി DGPക്ക് പരാതി നൽകിയതും. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതോടെ പരാതിക്കാരന്റെ മൊഴിയെടുത്തു. കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ സൗബിനെ ഉടൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പലതവണ ആവർത്തിച്ചാവശ്യപ്പെട്ടു. എന്നിട്ടും ലാഭവിഹിതം നൽകാൻ നടൻ സൗബിൻ ഷാഹിർ തയ്യാറായില്ല. ഇതുതന്നെയായിരുന്നു മരട് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലായിരിക്കും സൗബിൻ ഷാഹിർ നേരിടേണ്ടി വരിക. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.